എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയില്ല. മാർത്ത പറഞ്ഞതല്ല, മറിയം ചെയ്തതല്ല, ലാസറിന്റെ അത്ഭുതം പോലുമല്ല. ഈ ലളിതമായ ചിന്തയാണ്. ഇസ്രായേലിലെ എല്ലാ ഭവനങ്ങളിലും യേശു തങ്ങാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭവനം ഉണ്ടായിരുന്നു. ഒന്നാലോചിച്ചു നോക്കൂ. യേശു ഗ്രാമങ്ങളിൽ പ്രസംഗിച്ചു, സിനഗോഗുകളിൽ പഠിപ്പിച്ചു, തിരക്കേറിയ തെരുവുകളിൽ സൗഖ്യം നൽകി. ആയിരങ്ങൾ അവിടത്തെ അനുഗമിച്ചു. എന്നാൽ വിശ്രമം വേണമെന്ന് തോന്നിയപ്പോൾ, സൗഹൃദം ആഗ്രഹിച്ചപ്പോൾ, തന്റെ യഥാർത്ഥ ഭാവത്തിൽ ആയിരിക്കാൻ കൊതിച്ചപ്പോൾ, പലപ്പോഴും യേശു നടന്നു ചെന്നത് ബഥാനിയ എന്ന ചെറിയ ഗ്രാമത്തിലേക്കായിരുന്നു. അവിടെ 3 സാധാരണ മനുഷ്യർ ജീവിച്ചിരുന്നു, മാർത്തയും മറിയവും ലാസറും. ഇവരെ 3 പേരെയും ഒരുമിച്ച് സഭ ഇന്ന് ആചരിക്കുന്നത് നാം പലപ്പോഴും കാണാതെ പോകുന്ന ഒരു കാര്യം കാണിച്ചു തരാനാണ്. അവർ ഒരേ തിരുനാൾ പങ്കിടുന്ന 3 വിശുദ്ധർ മാത്രമല്ല, അവർ ഒരു വിശുദ്ധ കുടുംബമാണ്. അവരുടെ വിശുദ്ധി ഏകാന്തതയിലല്ല, ബന്ധത്തിലാണ് ജീവിച്ചത്. ഒരുപക്ഷേ ഇന്ന് ലോകം കേൾക്കേണ്ടത് ഇതുതന്നെയാണ്. കാരണം ഇന്ന് നാം എന്നത്തേക്കാളും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു, എന്നാൽ എന്നത്തേക്കാളും കൂടുതൽ അകന്നിരിക്കുന്നു. പഴയ കൂട്ടുകുടുംബം പലരും ഓർക്കുന്നുണ്ടാവും. മുത്തച്ഛനും മുത്തശ്ശിയും, അമ്മാവന്മാരും അമ്മായിമാരും, കസിൻസും, എല്ലാവരും ഒരു മേൽക്കൂരയ്ക്കു കീഴിൽ. തർക്കങ്ങൾ ഉണ്ടായിരുന്നു, തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു, ചിലപ്പോൾ സ്ഥലം തികയാതെ വന്നു. എന്നാൽ ഒരു കാര്യത്തിൽ ഒരിക്കലും സംശയമുണ്ടായിരുന്നില്ല, നാം പരസ്പരം ഉള്ളവരായിരുന്നു. ബാല്യകാലത്തെ ഒരു കാര്യം ഓർമ്മ വരുന്നു. ആരെങ്കിലും തമാശയായി നിന്റെ അനുജനെ എടുത്ത്, ഞാൻ ഇവനെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ എന്തു സംഭവിക്കും? ആ കുഞ്ഞ് കരയാൻ തുടങ്ങും. വേണ്ട, ഇത് എന്റെ അനുജനാണ്, പിടിവിടാതെ അവനെ മുറുകെ പിടിക്കും. ബന്ധം എന്താണെന്ന് ആ കുഞ്ഞിനെ ആരും പഠിപ്പിക്കേണ്ടി വന്നില്ല, സ്നേഹത്തിന് അത് സഹജമായി അറിയാമായിരുന്നു. എന്നാൽ വളരുന്തോറും വിചിത്രമായ ഒരു കാര്യം സംഭവിക്കുന്നു. കൂടെയില്ലാതെ ജീവിക്കാൻ കഴിയാതിരുന്ന അനുജൻ 10 വർഷമായി സംസാരിക്കാത്ത സഹോദരനായി മാറുന്നു. ബാല്യം പങ്കിട്ട സഹോദരി ഫോണിൽ നമ്പർ സേവ് ചെയ്തിരിക്കുന്നു എന്നല്ലാതെ ഒരിക്കലും വിളിക്കാത്ത ആരോ ആയി മാറുന്നു. കൂട്ടുകുടുംബം ഇല്ലാതാകുന്നു. പകരം മറ്റൊന്നു വരുന്നു. ഒരു വാട്സാപ്പ് കുടുംബം, ഒരു കസിൻസ് ഗ്രൂപ്പ്, ഒരു ഓഫീസ് ഗ്രൂപ്പ്, ഒരു ഇടവക ഗ്രൂപ്പ്, ഒരു അലുമിനി ഗ്രൂപ്പ്. എല്ലാ പ്രഭാതത്തിലും നാം സന്ദേശങ്ങൾ നോക്കുന്നു, ഇമെയിലുകൾ നോക്കുന്നു, ഫീഡുകൾ നോക്കുന്നു, എല്ലാവരുടെയും സ്റ്റാറ്റസ് നോക്കുന്നു. എന്നാൽ ആരുടെയെങ്കിലും ഹൃദയം നാം എത്ര തവണ നോക്കുന്നു? സാങ്കേതികവിദ്യ ആശയവിനിമയം എളുപ്പമാക്കി. എന്നാൽ അത് എപ്പോഴും ഐക്യം ആഴമുള്ളതാക്കിയിട്ടില്ല. ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ പോലും നമ്മുടെ മൊബൈൽ ഫോണുകൾ പോലെയായി മാറുന്നു. ചിലരെ നാം മ്യൂട്ട് ചെയ്യുന്നു, ചിലരെ ആർക്കൈവ് ചെയ്യുന്നു, ചിലരെ ബ്ലോക്ക് ചെയ്യുന്നു. അറിയാതെ തന്നെ വാട്സാപ്പിൽ നിന്നല്ല, നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് ചിലരെ നാം നീക്കം ചെയ്യുന്നത്. എന്തുകൊണ്ട്? അവർ വേണ്ടത്ര പഠിച്ചില്ല എന്നതിനാൽ, അവർ വിജയിച്ചില്ല എന്നതിനാൽ, നമ്മുടെ ഇഷ്ടത്തിനെതിരെ വിവാഹം കഴിച്ചു എന്നതിനാൽ, ബിസിനസ്സിൽ പരാജയപ്പെട്ടു എന്നതിനാൽ, എപ്പോഴും സഹായം ആവശ്യമുള്ളവരായതിനാൽ, കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കി എന്നതിനാൽ. അറിയാതെ തന്നെ കുടുംബവൃക്ഷത്തിൽ നിന്ന് ഒരു ശാഖ നാം മുറിച്ചുകളയുന്നു. വൃക്ഷം ഇപ്പോഴും നിൽക്കുന്നു, പക്ഷേ ഒരു ശാഖ കാണാനില്ല. അപ്പോഴാണ് ഇന്നത്തെ സുവിശേഷം മറ്റൊരു വീടിന്റെ വാതിൽ തുറക്കുന്നത്, ബഥാനിയായിലെ വീട്. മനോഹരമായ ഒരു കാര്യം ശ്രദ്ധിക്കൂ. മാർത്ത മറിയത്തെ മാർത്തയാക്കാൻ ആഗ്രഹിച്ചു എന്ന് സുവിശേഷം ഒരിക്കലും പറയുന്നില്ല. മറിയം മാർത്തയോട് മറിയമാകാൻ ആവശ്യപ്പെട്ടില്ല. ലാസർ വ്യത്യസ്തനാണ് എന്ന് ആരും പരാതിപ്പെട്ടില്ല. ഓരോരുത്തരും ദൈവം സൃഷ്ടിച്ചവരായി തന്നെ തുടർന്നു. മാർത്ത ശുശ്രൂഷിച്ചു, മറിയം ശ്രവിച്ചു, ലാസർ സാക്ഷ്യം വഹിച്ചു. വ്യത്യസ്ത കൃപാവരങ്ങൾ, വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ, ഒരു കുടുംബം. അതാണ് സ്നേഹം ചെയ്യുന്നത്. സ്നേഹം വ്യത്യാസങ്ങളെ മായ്ച്ചുകളയുന്നില്ല, അതിനെ ചേർത്തുപിടിക്കുന്നു. നാം അവരെ പലപ്പോഴും യേശുവിന്റെ സ്നേഹിതർ എന്ന് വിളിക്കുന്നു. എന്നാൽ അതിനേക്കാൾ ആഴമുള്ള എന്തോ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. യേശു അവരുടെ മേശയിൽ ഇരുന്ന വെറുമൊരു സുഹൃത്ത് ആയിരുന്നില്ല, കുടുംബത്തിന്റെ ഒരു അതിഥി മാത്രമായിരുന്നില്ല. അവിടുന്ന് കുടുംബത്തിന്റെ ഹൃദയമായിരുന്നു. അവർക്കിടയിലെ കണ്ണി മാത്രമല്ല, അവരെ ഒരുമിച്ചു ചേർത്തു നിർത്തിയ സ്നേഹം തന്നെയായിരുന്നു. യേശു ഇല്ലാതെ അവർ 3 സഹോദരങ്ങൾ മാത്രമായിരുന്നു. യേശുവിനോടെ സ്വർഗം ഭൂമിയെ സ്പർശിച്ച ഒരു ഭവനമായി അവർ മാറി. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കൂ. ബഥാനിയ ഒരു തികവുള്ള കുടുംബമായിരുന്നില്ല. മാർത്ത പരാതിപ്പെട്ടു, മറിയത്തെ തെറ്റിദ്ധരിക്കപ്പെട്ടു, ലാസർ ഗുരുതരമായി രോഗബാധിതനായി. ആ കുടുംബം ദുഃഖവും നിരാശയും അനുഭവിച്ചു. ലാസർ മരിച്ചപ്പോൾ 2 സഹോദരിമാരും ഒരേ വേദനയോടെ പറഞ്ഞു,
കർത്താവേ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അവർക്ക് ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നി. യേശു വൈകി വന്നു എന്നു അവർ കരുതി. എന്നിട്ടും യേശു ആ ഭവനത്തിൽ തങ്ങാൻ ഇഷ്ടപ്പെട്ടു. അസാധാരണമായ ഒരു കാര്യം അത് നമ്മോട് പറയുന്നു. യേശു തേടുന്നത് ഒരു തികവുള്ള കുടുംബത്തെയല്ല, തുറന്ന ഒരു കുടുംബത്തെയാണ്. അഹങ്കാരത്തെക്കാൾ സ്നേഹം ശക്തമായ, വിദ്വേഷത്തെക്കാൾ ക്ഷമ വലുതായ ഒരു കുടുംബം. മാർത്തയെ വീണ്ടും നോക്കൂ. അവൾ ശുശ്രൂഷയിൽ വ്യാപൃതയാണ്. അതിൽ തെറ്റൊന്നുമില്ല. മാർത്ത ഇല്ലായിരുന്നെങ്കിൽ ഭക്ഷണം ഉണ്ടാകുമായിരുന്നില്ല. മാർത്തേ, ശുശ്രൂഷ നിർത്തൂ എന്ന് യേശു ഒരിക്കലും പറയുന്നില്ല. അവിടെന്ന് പറയുന്നത്, മാർത്തേ, മാർത്തേ, നീ പലതിനെക്കുറിച്ചും വിചാരപ്പെട്ട് ഉത്കണ്ഠപ്പെടുന്നു എന്നാണ്. പ്രശ്നം അവളുടെ ജോലി ആയിരുന്നില്ല ഒരിക്കലും. അവളുടെ സ്നേഹത്തിലേക്ക് ഉത്കണ്ഠ കടന്നുവന്നതായിരുന്നു പ്രശ്നം. എത്ര കുടുംബങ്ങൾക്ക് ആ വികാരം അറിയാം? നാം പാചകം ചെയ്യുന്നു, വൃത്തിയാക്കുന്നു, സമ്പാദിക്കുന്നു, ത്യാഗം ചെയ്യുന്നു, കരുതൽ നൽകുന്നു. എന്നാൽ എവിടെയോ വച്ച് സന്തോഷം അപ്രത്യക്ഷമാകുന്നു. കടമ ആനന്ദത്തിനു പകരം വരുന്നു. ശുശ്രൂഷ സമ്മർദ്ദമായി മാറുന്നു. സ്നേഹം വിദ്വേഷമായി മാറുന്നു. മാർത്തയെ വിളിച്ചതുപോലെ യേശു നമ്മുടെ പേരും സൗമ്യമായി വിളിക്കുന്നു, കുറ്റപ്പെടുത്താനല്ല, മോചിപ്പിക്കാൻ. മറിയം മറ്റൊരു പാഠം പഠിപ്പിക്കുന്നു. അവൾ യേശുവിന്റെ പാദത്തിങ്കൽ ഇരുന്ന് ശ്രവിക്കുന്നു. ആതിഥ്യം മനോഹരമാണ്, എന്നാൽ അതിനേക്കാൾ വലുതായ ഒന്നുണ്ടെന്ന് ലൂക്കാ പറയുന്നു, ശ്രവണം. ദൈവത്തോട് സംസാരിക്കാൻ പലർക്കും അറിയാം. ശ്രവിക്കാൻ അറിയുന്നവർ കുറവാണ്. കുർബാനയിൽ പോലും നാം പറയുന്നു, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എന്നാൽ ഇന്ന് യേശു സൗമ്യമായി പറയുന്നുണ്ടാവാം, ഞാൻ എപ്പോഴും നിന്നെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നീ എന്നെ കേൾക്കുമോ? എന്റെ ഹൃദയത്തെ സ്പർശിച്ച മറ്റൊരു പാഠമുണ്ട്. മാർത്ത മറിയത്തെ സ്വീകരിച്ചു. മറിയം മാർത്തയെ സ്വീകരിച്ചു. ഇരുവരും ലാസറിനെ സ്വീകരിച്ചു. അവർ പരസ്പരം വിജയത്തിന്റെ അളവുകോൽ വച്ചു അളന്നില്ല. വ്യക്തിത്വങ്ങൾ താരതമ്യം ചെയ്തില്ല. നമ്മുടെ കുടുംബങ്ങൾ പലപ്പോഴും പറയുന്നു, നീ ഇങ്ങനെയായാൽ ഞാൻ നിന്നെ സ്വീകരിക്കും. മതിയായി സമ്പാദിച്ചാൽ, മതിയായി പഠിച്ചാൽ, എന്നോട് യോജിച്ചാൽ, ഞാൻ പ്രതീക്ഷിക്കുന്നതുപോലെ പെരുമാറിയാൽ. ബഥാനിയെ പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ്. പ്രകടനത്തിനു മുമ്പേ ബന്ധം വരുന്നു. യേശു നമ്മെ സ്നേഹിക്കുന്നത് അങ്ങനെയല്ലേ? നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. നമ്മെ മാറ്റുന്നതിനു മുമ്പേ അവിടുന്ന് നമ്മെ സ്വീകരിച്ചു. സ്നേഹം എപ്പോഴും ആദ്യം വരുന്നു. ഒരു നിമിഷം ചിന്തിക്കൂ, ഇന്ന് നീ ആരാണോ അതാകാൻ ആരാണ് ത്യാഗം സഹിച്ചത്? ആരാണ് നിന്റെ സ്കൂൾ ഫീസ് അടച്ചത്? ആരാണ് ഓവർടൈം ജോലി ചെയ്തത്? പുതിയ വസ്ത്രം വാങ്ങാൻ പിന്നീട് വച്ചത്? നിശബ്ദമായി നിന്നെ പ്രോത്സാഹിപ്പിച്ചത്? ഒരുപക്ഷേ ഒരു ജ്യേഷ്ഠത്തി, ഒരു സഹോദരൻ, ഒരു അമ്മാവൻ, മുത്തച്ഛനും മുത്തശ്ശിയും. ഒരുപക്ഷേ നിന്റെ മാതാപിതാക്കൾ അവർക്ക് ലഭിക്കാതിരുന്ന അവസരങ്ങൾ നിനക്ക് നൽകാൻ പല സൗകര്യങ്ങളും ഉപേക്ഷിച്ചു. നാം ഇന്ന് നിൽക്കുന്ന സ്ഥാനത്ത് നിൽക്കുന്നത് ആരോ നിശബ്ദമായി നമ്മെ ചുമന്നതുകൊണ്ടാണ്. എന്നാൽ വിജയത്തിനു ശേഷം, സ്ഥാനക്കയറ്റത്തിനു ശേഷം, വീടിനു ശേഷം, വിദേശ ജോലിക്ക് ശേഷം നമ്മെ ഉയർത്തിയ ചെറിയ കൈകളെ ചിലപ്പോൾ നാം മറന്നുപോകുന്നു. സ്നേഹം ഓർക്കുന്നു. നന്ദി ഓർക്കുന്നു. നമ്മുടെ കാലത്തിന്റെ മറ്റൊരു ദുഃഖം ഇതാണ്. ചിലപ്പോൾ സഹോദരങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് നിർത്തുന്നു. പരസ്പരം മറന്നതുകൊണ്ടല്ല, പരസ്പരം ക്ഷമിക്കുന്നത് നിർത്തിയതുകൊണ്ടാണ്. എത്ര വിചിത്രമാണ്! അവർ കുട്ടികളായിരുന്നപ്പോൾ ഒരു നിമിഷം പോലും അകന്നു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. അനുജനെ ആരെങ്കിലും കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ജ്യേഷ്ഠൻ കരയുമായിരുന്നു. ഇന്ന് അതേ രണ്ടു പേർക്ക് ഒരേ വിവാഹച്ചടങ്ങിൽ പരസ്പരം അഭിവാദ്യം ചെയ്യാതെ പങ്കെടുക്കാൻ കഴിയുന്നു. ഒരേ പള്ളിയിൽ സംസാരിക്കാതെ ഇരിക്കാൻ കഴിയുന്നു. ഒരേ നഗരത്തിൽ അപരിചിതരായി ജീവിക്കാൻ കഴിയുന്നു. എന്താണ് മാറിയത്? കുട്ടി സ്നേഹിക്കുന്നത് നിർത്തിയില്ല, അഹം വലുതായി വളർന്നു എന്നു മാത്രം. ഇന്നത്തെ സുവിശേഷം നമ്മെ വീണ്ടും കുട്ടികളാകാൻ ക്ഷണിക്കുന്നു. ബാലിശരാകാനല്ല, കുട്ടികളെപ്പോലെയാകാൻ. അവൻ എന്റെ സഹോദരനാണ്, അവൾ എന്റെ സഹോദരിയാണ് എന്നു വീണ്ടും പറയാൻ. അവർ തികവുള്ളവരായതുകൊണ്ടല്ല, അവർ നമ്മുടേതായതുകൊണ്ട്. ഇന്നത്തെ ഒന്നാം വായനയിൽ പൗലോസ് പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. ജെറുസലേമിലെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ക്രിസ്ത്യാനികളോട് ഔദാര്യം കാണിക്കാൻ പൗലോസ് ആവശ്യപ്പെടുന്നു. എന്നാൽ ഔദാര്യം പണത്തെക്കാൾ വളരെ വലുതാണ്. ക്ഷമയിൽ എനിക്ക് ഔദാര്യമുള്ളവനാകാൻ കഴിയുമോ? എന്റെ സമയത്തിൽ ആദ്യം ഫോൺ വിളിക്കാൻ ധൈര്യപ്പെടാൻ, എനിക്ക് ക്ഷമിക്കണം എന്നു പറയാൻ മാത്രം ഔദാര്യമുള്ളവനാകാൻ കഴിയുമോ? ചിലപ്പോൾ ഏറ്റവും വലിയ സ്നേഹപ്രവൃത്തിക്ക് വിനയമല്ലാതെ വേറൊന്നും വിലയായി കൊടുക്കേണ്ടതില്ല. മാർത്തയും മറിയവും ലാസറും ഒരുമിച്ച് ക്രൈസ്തവ ജീവിതത്തിന്റെ പൂർണ്ണതയെ പ്രതിനിധീകരിക്കുന്നു എന്ന് സഭാപാരമ്പര്യം ദീർഘകാലമായി ധ്യാനിച്ചിട്ടുണ്ട്. മാർത്ത നമ്മെ ശുശ്രൂഷിക്കാൻ പഠിപ്പിക്കുന്നു. മറിയം നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. ലാസർ നമ്മെ വിശ്വസിക്കാൻ പഠിപ്പിക്കുന്നു.
ശുശ്രൂഷിക്കുന്ന കൈകളും ശ്രവിക്കുന്ന ഹൃദയങ്ങളും സാക്ഷ്യം വഹിക്കുന്ന ജീവിതങ്ങളും ഇവ മൂന്നും സഭയ്ക്ക് ആവശ്യമുണ്ട്. അല്പസമയത്തിനുള്ളിൽ അസാധാരണമായ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു. ഈ ബലിപീഠം മറ്റൊരു ബഥാനിയായി മാറും. യേശു വീണ്ടും ഈ ഭവനത്തിലേക്ക് വരും. പിന്നീട് അവിടുന്ന് നമ്മോരോരുത്തരോടുമൊപ്പം സ്വന്തം വീട്ടിലേക്ക് പോകും. യേശു വരുമോ എന്നതല്ല ചോദ്യം. അവിടുന്ന് എപ്പോഴും വരും. യഥാർത്ഥ ചോദ്യം ഇതാണ്: അവിടുന്ന് മറ്റൊരു ബഥാനിയെ കണ്ടെത്തുമോ? വിധിക്കുന്നതിനു മുമ്പേ ക്ഷമിക്കുന്ന ഒരു ഭവനം അവിടുന്ന് കണ്ടെത്തുമോ? തർക്കിക്കുന്നതിനു മുമ്പേ ശ്രവിക്കുന്ന ഒരു ഭവനം. പരാജയങ്ങൾ എണ്ണുന്നതിനു പകരം ത്യാഗങ്ങൾ ഓർക്കുന്ന ഒരു ഭവനം. പ്രകടനത്തിനു മുമ്പേ സഹോദരങ്ങൾ പരസ്പരം ഉള്ളവരാകുന്ന ഒരു ഭവനം. അഹങ്കാരത്തെക്കാൾ സ്നേഹം ശക്തമായ ഒരു ഭവനം. ബഥാനിയയിലെ ഏറ്റവും വലിയ അത്ഭുതം ലാസർ കല്ലറയിൽ നിന്ന് നടന്നിറങ്ങിയതായിരിക്കില്ല. ഒരുപക്ഷെ ഏറ്റവും വലിയ അത്ഭുതം യേശു എപ്പോഴും അവിടേക്ക് തിരികെ വരാൻ ആഗ്രഹിച്ചു എന്നതായിരിക്കും. എന്റെ സഹോദരീ സഹോദരന്മാരെ, യേശുവിന് നിങ്ങളുടെ കുടുംബത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രശംസ അവർ വിജയിച്ചവരാണ് എന്നല്ല, അവർ സമ്പന്നരാണ് എന്നല്ല, അവർക്ക് സ്വാധീനമുണ്ട് എന്നല്ല, മറിച്ച് ഇത്രമാത്രം: അത് ഞാൻ തങ്ങാൻ ഇഷ്ടപ്പെടുന്ന ഭവനമാണ്. വി. മാർത്തയും വി. മറിയവും വി. ലാസറും നമുക്കുവേണ്ടി മാധ്യസ്ഥ്യം വഹിക്കട്ടെ. നമ്മുടെ ഭവനങ്ങൾ ചെറിയ ബഥാനിയകളായി മാറട്ടെ. ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന, സ്നേഹം ക്ഷമയോടെ ഇരിക്കുന്ന, ക്ഷമ ഔദാര്യപൂർവ്വം നൽകപ്പെടുന്ന, പ്രാർത്ഥന ശുശ്രൂഷയ്ക്ക് ജീവൻ നൽകുന്ന, കുടുംബത്തിലെ ഓരോ അംഗത്തിനും സത്യമായി ഇങ്ങനെ പറയാൻ കഴിയുന്ന ഇടങ്ങൾ. ഇവിടെ ഞാൻ ഉള്ളവനാണ്. ആമേൻ.